ഒരു ചൂടേ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത ചൂട്. സുഖം തന്നെ. സുഖം തന്നെ. അമ്മ കനകനെ വിളിക്കണം. അയ്യോ അവൻ വന്നില്ല, അവന് ഈസ്റ്ററിനിൽ വരത്തുള്ളൂ. വന്നില്ലേ? ഇല്ല. നീയല്ലേ പറഞ്ഞ വന്നു? എന്നോട് കടക്കാരൻ പറഞ്ഞാണ് വന്നത്. ഏത് കടക്കാരൻ? അവിടെ ജംഗ്ഷനിലുള്ള. അയ്യോ അവൻ വന്നില്ല. നിങ്ങൾ എന്തായാലും കയറി ഇരിക്കും. പിന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്തൊക്കെ വിശേഷം കേൾക്കട്ടത്? ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, അതുകൊണ്ട് അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. എന്നാലും എന്നെ കൊണ്ട് എന്തൊക്കെ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കനകൻ അവിടെ സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? അവിടെ അവന് കുഴപ്പമൊന്നുമില്ല. നാട്ടുകാർക്കും കൂട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ അവനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വിഷമമില്ല. ആലപ്പുഴയിലായതുകൊണ്ട് ഇഷ്ടം പോലെ കണമ്പും കരിമീനും ഒക്കെ കിട്ടും. കണമ്പും കരിമീനും മാത്രമോ? കായൽമീനും ആറ്റുമീനും കടൽ മീനും എന്ന് വേണ്ട മീൻ ഇഷ്ടം പോലെ കിട്ടും. ആ കാര്യത്തിലൊന്നും അവനവിടെ ഒരു വിഷമവും ഇല്ല. പിന്നെ കക്ക ഇറച്ചി ആഹാര കാര്യത്തിൽ ഒരു വിഷമവും ഇല്ല. എന്നാലും അമ്പിളി, പിന്നെ അവന്റെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം ഒന്ന് ഊർജിതപ്പെടണേ നീ. എൻ്റെ അമ്മ, ഞാൻ ഈ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള പരിമിതമായ ഇത് വെച്ചിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്നാലും ഒന്നുകൂടെ ഞാൻ വിളിച്ച് പറയാം. അല്ല, ഈ ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അടുത്ത് അങ്ങനെയാണെങ്കിൽ ഉടനെ നടക്കുമായിരിക്കും. കുറഞ്ഞൊരു 2 കൊല്ലം എടുക്കുന്നു മാത്രം. അമ്പിളി, അവന്റെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം ഒന്ന് ഊർജിതപ്പെടണേ. തീർച്ചയായിട്ടും ഞാൻ പറയാം. അയ്യോ, സംസാരിച്ചെന്ന് പറഞ്ഞ് ചായ എടുക്കാൻ മറന്നുപോയി. ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ടാമ. അയ്യോ ചായ വേണ്ട ഒന്നാമത് ചൂട്. പിന്നെ ഞാനേ അവനെ കാണാനാണ് വന്നത്. ഞാൻ എന്തായിരുന്നാലും എല്ലാ സ്ഥിതി ഞാൻ വിളിക്കാം. ഇവിടെ പറയാനായിട്ട് വന്നെന്ന് പറഞ്ഞാണ് ഇവൻ കൂടെ പറഞ്ഞത്. അതാണ് ഞാൻ വിശ്വസിച്ചത് വന്നത്. ശരി ഞാൻ അപ്പം അവനെ വിളിച്ചോളാം. ശരി അമ്മ. ഭയങ്കര ചൂടല്ലേ? അയ്യോ താങ്ങാനാവുന്നില്ലാത്ത തുടങ്ങിയേ ഉള്ളൂ. അണ്ണ അളിയാ, നീ വീട്ടുജാലിയൊക്കെ ചെയ്തു തുടങ്ങിയാ? എന്ത് പറ്റി? എന്താടേ ഒന്നും മിണ്ടാത്തത്? അല്ല, നീ എന്നെ കാണുമ്പോൾ കടിച്ചു കയറാൻ പറഞ്ഞാണല്ലോ. എന്ത് കണ്ണു തൊട്ടിക്കൊണ്ടിരിക്കണേ? എന്താടേ ഇങ്ങോട്ട് നോക്ക്. നിന്റെ നാവിൽ തേനീച്ച ഓട്ടിയാ? ഒന്നും മിണ്ടായിരിക്കണു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവനോട്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കണേ. ആണാ? എന്ത് ഉണ്ടായി കണ്ണു തൊട്ടിക്കൊണ്ട് മിണ്ടായി ഒന്നും മിണ്ടണില്ല? അയ്യോ, അത് ദേഷ്യം കൊണ്ടല്ല, വ്രതത്തിലാ. ഈസ്റ്ററിന്റെ വ്രതോ? ഈസ്റ്ററിന്റെ നോമ്പൊക്കെ എടുക്കുവോ? കൊള്ളാല്ല. അല്ല, അത് 10-50 ദിവസമല്ലേ? എന്റെ ദൈവമേ, അളിയാ നീ എങ്ങനെയാ 10-50 ദിവസം തള്ളാതെ ആൾക്കാരെ പറ്റിക്കാതെ എങ്ങനെയാ ജീവിക്കും? അയ്യോ, അതിന് 50 ദിവസം ക്ലീറ്റ് എടുക്കോ? 2 ദിവസം. 2 ദിവസം അതും കാണിച്ചു നോക്കാം. 50 ദിവസത്തിന് ഷോർട്ട് ആക്കി അവന്റെ ഇഷ്ടത്തിന് വേണ്ടി 2 ദിവസം ആക്കി. കഷ്ടം. അത്രേ പറ്റുള്ളൂ. അതൊന്നും അല്ല, അവൻ എല്ലാ നോമ്പും പിടിക്കും. ക്ലീറ്റസ് ഇപ്പൊ തിന്മമാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്മമാർഗത്തിലൂടെ ഒരു നല്ല മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുക. നന്നായ എല്ലാവർക്കും കൊള്ളാം. എന്തോന്ന് നന്നായ എല്ലാവർക്കും കൊള്ളാന്ന്? നന്നായ അവന് കൊള്ളാം. അവനെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാടാ? അളിയാ വാ, പോണേ, പോയിട്ട് വരാം. എന്തോന്നാടി ഈ കണ്ണിക്കണ്ട മുമ്പ് വെച്ച് അവനെ ആക്ഷേപിക്കുന്നത്? അവർ ചെറുപ്പക്കാരനല്ലേ? ഞാൻ എന്താ ആക്ഷേപിച്ചു? എന്താന്ന് അവരോരോന്ന് പറയുമ്പോ നീ എന്തിനാണ് അവരെ കളിയാക്കി ചിരിച്ചത്? അത് കളിയാക്കി ചിരിച്ചത്. അവര് അതിന് നമ്മുടെ കൂട്ടുകാരല്ലേ? ആകുന്നത് മതി, കൂടുതൽ വേണ്ട കേട്ടാ. ഇച്ചിരി കൂടുന്നുണ്ട്. ഓ, സാമർത്ഥ്യക്കാരി, അതിസാമർത്ഥ്യം. അടുത്ത് വന്നാലും കളിക്കല്ലേ തങ്കം? നീ എന്താ വഴക്കിടല്ലേ? ഇനിയിപ്പോ എന്താ വഴക്കിടല്ലേ? ഒന്നുമില്ല ഒരു കുഴപ്പമില്ല. പിന്നെന്താ മുഖം മുറിപ്പിച്ചു വിടാന്നിരിക്കണേ? എനിക്ക് മനസ്സ് നിറഞ്ഞു. അങ്ങനെയല്ലേ ഞാൻ ഓരോന്ന് കേട്ടോണ്ടിരിക്കണം, ഓരോരുത്തരുടെ വായിരിക്കുന്നത്. എന്തപ്പണ്ടായേ? ഒന്നും ഉണ്ടായില്ല അല്ലേടി? ഒന്നും ഉണ്ടായില്ല. വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ അവൻ പറഞ്ഞേ? അത് നമ്മുടെ അമ്പിളിച്ചേട്ടനല്ലേ? നമ്മളെ അമ്പിളിച്ചേട്ടന് അല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ കൊണ്ടൊന്ന് പറയാം. എനിക്ക് നോയമ്പും ഞാൻ എല്ലാം ആത്മസമയവും അമ്പിളിച്ചേട്ടൻ അത്രയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ക്ലീറ്റ് ഒന്നും തിരിച്ചു പറയാഞ്ഞപ്പോ? പിന്നെ അത് ഞാൻ പറയാത്ത കുറ്റം അല്ലേ? കർത്താവേ, എനിക്ക് അതിനുള്ള ക്ഷമ തന്നേക്കാ. അല്ല, നീ കേട്ടോണ്ടെന്നല്ല, നീ ഒരക്ഷരം മിണ്ടിയോടി.
ക്ലീറ്റോ, നമ്മുടെ വീട്ടിൽ വരുന്ന ആളോട് മോശമായിട്ട് പെരുമാറാൻ പാടുണ്ടോ നമ്മള്? അത് തന്നെയല്ല, അമ്പിളിച്ചേട്ടൻ പണ്ട് എനിക്ക് പരീക്ഷ ഹാളിൽ വെച്ച് പെൻസിൽ കടന്നു തന്നതാ, എനിക്കത് മറക്കാൻ പറ്റില്ല ക്ലീറ്റോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന് ഞാൻ പെൻസിൽ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ, അത് കഴിഞ്ഞ് അതോടെ തീർന്നോളാം ഈ പെൻസിൽ ബന്ധം, മനസ്സിലായോ? പിന്നെ വീട്ടിൽ വന്ന് കാരണം അവനെ എന്നും പറയാന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കണോ? എന്റെ പൊന്നെ, ഒന്നും കേട്ടോണ്ടിരിക്കുന്ന ക്ലീറ്റോന് ഇപ്പൊ എന്താ വേണ്ടത്? അവന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു കോമാളി ആയിപ്പോയി, എല്ലാവരും മുമ്പിലും. നീ തന്നെ കണ്ടില്ലേ ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയോടി വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങി അങ്ങനെ പോയാലെങ്ങനെ? ക്ലീറ്റോന് എന്താ വേണ്ടേ പറ? ഇതൊന്നും വേണ്ട, എനിക്ക് ഇച്ചിരി മനസ്സമാധാനം വേണം. ഓ ഭർത്താവേ, ഞാൻ നോമ്പിലും ആയിപ്പോയി. ഇവിടെ മനുഷ്യൻ ഈസ്റ്റർ എങ്ങനെ ആഘോഷിക്കാനുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഓരോരുത്തന്മാർ വന്നിട്ട് രാവിലെ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പ് കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്ത്? പെസഹ വ്യാഴമുണ്ട്, ദുഃഖവെള്ളി ഉണ്ട്, അതൊക്കെ ഉണ്ട്, ഓശാന ഞായറുണ്ട്. ഇതിനൊക്കെ പള്ളി പോണം ആദ്യം, അല്ലാണ്ട് ഈസ്റ്റർ തിന്നു പിടിക്കാൻ വേണ്ടിട്ട് മാത്രം ഇരുന്നാ. ഞാനേ പെട്ടെന്ന് ഈ ഒരു ഈസ്റ്ററിന് പൊട്ടിമുളച്ച് വീണ ആളല്ല, ഞാൻ കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരാളാ. എവിടെ? പള്ളിയില്. എന്ന്? കല്യാണത്തിന് പോയതാ? ഇവിടെ ആയോണ്ടാ. പാലായിലൊക്കെ ആയിരിക്കണം ഞങ്ങളെ ഈസ്റ്റർ ആഘോഷമൊക്കെ ഒന്ന് കാണേണ്ട. അപ്പച്ചനും പോയപ്പോ കണ്ടായിരുന്നു. അമ്മച്ചിയും ക്ലാരയും എല്ലാരും കൂടെ ഉള്ള ഈസ്റ്റർ ആഘോഷമൊക്കെ എന്ത് രസമായിരുന്നു അറിയാമോ? അവരുടെയൊക്കെ കയ്യിൽ കാശുള്ളപ്പോ അങ്ങനെ ആഘോഷിക്കാം, നമ്മുടെ കയ്യിൽ അതില്ലല്ലോ. കാശില്ല നിന്നോട് ആരെങ്കിലും പറഞ്ഞു? എന്നോട് ഇങ്ങനെ പറയണേ, കാശില്ല എന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഇവിടെ ഇല്ലല്ലോ. എന്നാ ഈ ഈസ്റ്റർ ആഘോഷിക്കാനുള്ള കാശ് എൻ്റെ ഉണ്ടെങ്കിലോ? എവിടെയുണ്ട്? ഉള്ളിടത്തുണ്ട് കാശ്. എനിക്ക് ഇച്ചിരി കാശ് വരാനുണ്ട്, അത് വരും. ക്ലീറ്റോ, ക്ലീറ്റോ, അതെ അമ്മേ, ഇങ്ങനെ വരാനുണ്ടെന്ന് പറയാൻ ഒരു നാണോന്ന് തോന്നുന്നില്ലേ ക്ലീറ്റോ? മാണിക്കണ്ട, ഇതിപ്പം വരാനുണ്ടെന്ന് എപ്പോഴും പറയും പോലെയല്ല, ഇതിൽ വരും. തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാശ് വന്നിട്ടുണ്ട്. അതെയോ? വന്നു. കൈപ്പറ്റിയാ മതി. കൈപ്പറ്റാൻ പറ്റുമോ? അത് ഞാൻ പറ്റിച്ചോളാം. എന്റെ ക്ലീറ്റോ, ഒന്നും നടക്കാൻ പോണില്ല, എന്തിനാ ഇത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഇറങ്ങുമ്പോൾ ഉടനെ എതിർപ്പ് പറഞ്ഞോളാം. അയ്യോ, ഞാൻ എതിർക്കണതല്ല, സത്യാവസ്ഥ ക്ലീറ്റോ എന്താ മനസ്സിലാക്കാത്തേന്ന് ചോദിക്കണതാ. നടക്കൂലെന്ന് എനിക്കും ക്ലീറ്റോന് നന്നായിട്ട് അറിയാലോ. അതിനെ കുറിച്ച് ആലോചിക്കണ്ട, അതിനെ കുറിച്ച് ആലോചിക്കണം. വെറുതെ ആശ കൊടുത്താ കൊച്ചിനൊക്കെ വെറുതെ ആശ കൊടുത്തിട്ട് എന്തിനാ നടക്കൂലാത്ത കാര്യം? നമുക്ക് സാധാരണ ഒരു ദിവസം പോണ പോലെ ഇവിടെ ഇരുന്നാ മതി. ഞാനേ നോയമ്പ് അതെ ഒരിച്ചിരി മീൻ മേടിച്ച് പറ്റിച്ച് വെക്കാം, ഈസ്റ്ററിന് അത് മതി. അല്ല, ഞാൻ ഈ സാധനം വാങ്ങിക്കൊണ്ടുവന്ന വെക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? മോഷ്ടിക്കാൻ പോണം. തങ്കം, കർത്താവ് എല്ലാം മേളിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു നോമ്പുകാരന്റെ മുമ്പിൽ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് കേട്ടോ. നോമ്പുകാരൻ 2 ദിവസത്തെ നോമ്പെടുത്ത്. ആയിക്കോട്ടെ, 2 ദിവസം നോമ്പാണെങ്കിൽ അത് അതിൻ്റെതായ രീതിക്ക് തന്നെ ഞാൻ എടുക്കണം. ഇത്ര നേരമായിട്ട് എൻ്റെ വായന പോകുന്ന അക്ഷരം വീണോടി. ഈസ്റ്ററിന് ഞാനിപ്പം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. നമുക്കേ പാലപ്പം വേണം, താറാവ്, പോത്ത്, പന്നി വേണം. വേണ്ട, മട്ടൻ ആയിക്കോട്ടെ. മട്ടൻ. ഇത് ഇത്രയും മേടിച്ചാൽ വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പാലപ്പം ഉണ്ടാക്കാൻ അറിയാമോ? ഇനി അറിഞ്ഞോളാന്ന് പറയില്ല സമയത്ത്. പിന്നെ പാലപ്പത്തിന്റെ കൂടെ ഇച്ചിരി ഇടിയപ്പം കൂടി ആയാലോ? അത് വേണ്ട, ഇച്ചിരി അധികം ഇപ്പൊ വേണ്ട. പാലപ്പം ആശിഷ്ടം പോലെ ഉണ്ടല്ലോ. എന്റെ തങ്ക, നീ ഒന്ന് കുറേശ്ശെ ഒന്ന് കളിയാക്കാം. കളിയാക്കണതല്ല ക്ലീറ്റോ, പറഞ്ഞു എന്റെ മനോവിഷമം കൊണ്ട് പറഞ്ഞു കൊടുത്താ. ഒരു ഓണം വന്ന, ഒരു ക്രിസ്തുമസ് വന്ന, വേറെ എന്തെങ്കിലും വിശേഷം വന്ന, ഒരു കല്യാണം വന്ന നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇങ്ങനെ തള്ളാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒന്നും ആഘോഷിക്കാതിരിക്കല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചോണ്ട് വരുമ്പോ ഞെട്ടരുത് കേട്ടോ. ഈ വീട്ടിലെ മുറിയിൽ അകത്തോട്ട് കയറി പോകും, അതിന് ഇനി ആരെങ്കിലും അനുവാദം വേണോ? അല്ല, അവിടെ എന്തോ എടുത്തു വെച്ചേക്കണ പോലെ ഇടയ്ക്ക് ഓടി കയറണാണാവേ. അതെ, കുറച്ച് സമയത്തേക്കെങ്കിലും എൻ്റെ മനസ്സിൽ എവിടേക്കോ കുറച്ച് വേണ്ടാത്ത ചിന്തകൾ വന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് ബൈബിൾ വായിച്ചൊന്ന് ഫ്രഷ് ആക്കാം. എൻ്റെ അമ്മേ, ഞാൻ എന്തൊക്കെ കാണണം. Alien versus Alien.